നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാം. അതിനെ കുറച്ച് നെല്ലിക്ക നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് നല്ലെണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം കുറച്ച് നെല്ലിക്ക അരച്ചെടുത്ത് നല്ലെണ്ണയിൽ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടിയാണ്, അച്ചാർ പൊടിയും ഉപ്പും പിന്നെ കുറച്ച് നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വിനീഗറും കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. നല്ലെണ്ണയിൽ തന്നെ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം ഈർപ്പൊന്നുമില്ലാത്ത നല്ലൊരു ചില്ലുകുപ്പിയിലിട്ട് വയ്ക്കാം കേട്ടോ. ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. തീരെ ക്ഷമയില്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും